Dear students, welcome to SS Physics classes. CBSE 12ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാമിന് വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന ചാപ്റ്ററിലെ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അസർഷൻ റീസൺ ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സബ്ജക്ട് ക്ലാരിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമേ അതിൽ കൃത്യമായ ആൻസറിലേക്ക് നമുക്ക് എത്തുവാൻ പറ്റൂ. ആ ക്വസ്റ്റ്യനുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്തുവാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പുകൾ, ഒന്ന്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അതിൽ ഹയർ ലെവലിൽ അടുത്ത സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെങ്കിൽ മാത്രം. ആ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻസിനെ പറ്റി ചിന്തിക്കുക. എങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണ് രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസർഷനും റീസണും ശരിയാണെന്നും അതോടൊപ്പം അവ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നും പറയാം. അതല്ലെങ്കിൽ നമ്മൾ ചോയ്സിനനുസരിച്ച് ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തുവാൻ കഴിയും. സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ് എന്ന ചാപ്റ്ററിലെ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുക. സോ വി ക്യാൻ ഗോ വിത്ത് ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ. ഈ ചാനലിലെ SS ഫിസിക്സ് ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കോമ്പറ്റേറ്റീവ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. So try to subscribe the channel and also please share to your friends also. So നമുക്ക് one by one the first question. So assertion reason type questionന്റെ ചോയ്സസ് പല തരത്തിൽ വരാം. സോ സാമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ചോയ്സസ് എങ്ങനെയാണ്? ബോത്ത് assertion and reason are true and the reason is the correct explanation. But the second choice, both assertion and reason are true, but reason is not the correct explanation of assertion. C choice, assertion is true, but reason is false. And D choice, both assertion and reason are false. So we can go with each and every question. So the first question, look, assertion or the statement, the first one is, the Coulomb force is the dominating force in the universe. Reason, the Coulomb force is weaker than gravitational force. So there is a നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടുള്ള ഒരു ലിങ്ക് കൂടെ വന്നിരിക്കുകയാണ് അല്ലെ, കൂളംസ് ലോ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ പറയുന്നത് Coulomb force is dominating force in the universe. Is it true? ചിന്തിക്കുക. Coulomb force is between charges അല്ലേ? യെസ്. പക്ഷേ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഓബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അവ തമ്മിൽ പരസ്പരം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അതിനെ യൂണിവേഴ്സൽ നിയമമായിട്ട് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ മോർ ഡോമിനേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും Coulomb ഫോഴ്സ് അല്ല, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ഇത് ഇൻകറക്റ്റ് ആണ് അല്ലെ? യെസ്, ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് Coulomb ഫോഴ്സ് ഈസ് വീക്കർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവിടെ നമ്മുടെ +1 ഫിസിക്സിൽ എന്നൊരു ഡേറ്റ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. 4 പ്രധാനപ്പെട്ട യൂണിവേഴ്സൽ ഫോഴ്സസ് ആണ് നമ്മുടെ യൂണിവേഴ്സിൽ ഉള്ളത് അല്ലെ? വി നോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ വരേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആയിട്ട് പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ Coulomb ഫോഴ്സ് ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ 10⁻⁻²ആണ്. പക്ഷെ അതേ സ്ഥാനത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻⁻39. അതുകൊണ്ട് തന്നെ ഇവിടെ ഉറപ്പിച്ചു പറയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് യൂണിവേഴ്സലിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റും നമുക്ക് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ?
യെസ്, എക്സാക്ട്ലി. രണ്ട് സ്റ്റേറ്റ്മെന്റും നമുക്ക് റോങ് ആയിട്ട് വന്നതുകൊണ്ട് സോ വി ക്യാൻ കോട്ട് ദ ഫസ്റ്റ് ആൻസർ ആസ് ദ ഫോർത്ത് ചോയ്സ്. ഡി ചോയ്സ് ആണ് ആൻസർ. സോ ഈ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അസേർഷൻ റീസൺ ടൈപ്പിലെ ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുവാൻ, ആൻസറിലേക്ക് വരാൻ പറ്റും. We are waiting with a very good question. In a cavity within a conductor, the electric field is zero. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, the charges in a conductor resides only at its surface. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്കൊരു സ്പെറിക്കൽ ക്യാവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നമുക്കൊന്ന് അസൈൻ ചെയ്യാം. ഗുഡ്. സോ ഇങ്ങനെ ഒരു ഷെല്ലാണെന്ന് വിചാരിക്കാം. ഈ ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോയാണ്. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് വൺ പോയിന്റ് ഇൻസൈഡ്. സോ നമുക്കൊരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്താൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഗോസസ് തിയറമാണ്, അല്ലെ? ആ പി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സിമെട്രിക്കൽ ഗേഷ്യൻ സർഫസ് നമ്മൾ വരച്ചാൽ അതിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു നിയമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ we have to say the charge enclosed division by epsilon zero, but you know the charge enclosed is zero here within the cavity. അതുകൊണ്ട് തന്നെ we can say the electric field inside എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ട്രൂ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് പറ്റും. അടുത്ത് പറയാണ് the charges in a conductor resides only at the surface. അപ്പോ ആ ഒരു ക്യാവിറ്റി ഈസ് വെൽ ഇൻസൈഡ് ദ സ്പിയർ ആക്ച്വലി. എന്തുകൊണ്ട്? നമ്മൾ കൊടുക്കുന്ന ചാർജസ് എല്ലാം അതൊരു കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ചാർജസ് തമ്മിലുള്ള റിപ്പൽഷൻ അത് കാരണം, അതോടൊപ്പം കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും ചാർജസിന്റെ മൂവ്മെന്റിന് ലോ റെസിസ്റ്റൻസ് പാത്തായിരിക്കും കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചാർജസ് എന്ന് പറയുന്നത് മിനിമം പൊട്ടൻഷ്യൽ എനർജി അക്യൂർ ചെയ്യുവാൻ വേണ്ടി അതിന്റെ സർഫസിലേക്കായിരിക്കും എത്തുക. ദാറ്റ് മീൻസ് കൊടുക്കുന്ന ചാർജസ് എല്ലാം റിസൈഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ് ഓൺലി. അത് നമ്മുടെ കണ്ടക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. കാരണം കൊടുത്ത ചാർജസ് എല്ലാം തന്നെ സർഫസിൽ മാത്രമായി. സോ അത് കണ്ടക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെക്യുലാരിറ്റിയാണ്. അതിനു പകരം ഇൻസുലേറ്റർ ആണെങ്കിലോ നമ്മൾ എവിടെയാണോ ചാർജസ് വെക്കുന്നത് അവിടെ തന്നെ ഇരുന്നോളും ടിൽ അതിന്റെ ലിമിറ്റ് വരുന്നത് വരെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ചാർജസ് അതിന്റെ സർഫസിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെയാണ് വെൽ ഇൻസൈഡ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആയിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം എ ഗുഡ് റീസൺ ബിഹൈൻഡ് ദാറ്റ്. സോ വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് ഓപ്ഷൻ ആസ് ദി ആൻസർ. So we can go with the next question, number 3. നോക്കൂ, the assertion on going away from a point charge or a small electric dipole, the electric field decreases at the same rate in both the cases. സെപ്പറേഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സാധാരണ ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്താലേ അവിടെ നിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് ആർ അപ്പാർട്ടിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തു നോക്കി. ദാറ്റ് ഈസ് 1/4πε0 into q division by that much r square. അതേപോലെ സപ്പോസ് നമ്മളുടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഡൈപോള് അതൊരു ഷോർട്ട് ഡൈപോൾ ആയിട്ട് എടുത്താൽ നമുക്ക് വളരെ മനോഹരമായ ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അവന് ഡൈപോൾ മൊമെന്റ് പി ഉണ്ടെങ്കിൽ സി ഒരു ആർ സെപ്പറേഷനിൽ തീറ്റ അലൈൻഡ് ആണെങ്കിൽ you know the electric field at any point r theta is nothing but equal to 1/4πε0 that p division by r cube into root of 1 plus 3 cos square theta. അതുകൊണ്ട് തന്നെ ആക്സിയൽ ലൈനിൽ ഇനി പോയിന്റ് ആകുമ്പോൾ തീറ്റ സീറോ ആയി മാറുകയും 2p ഡിവിഷൻ ബൈ ആർ ക്യൂബ് ആവുകയും അത് ഇക്വറ്റോറിയൽ പോയിന്റ് വരുമ്പോൾ അത് p ഡിവിഷൻ ബൈ ആർ ക്യൂബ് ആവുകയും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ?
എങ്കിൽ ആറുമായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് നോക്കി, അതൊരു പോയിന്റ് ചാർജിന് E is proportional to 1/r ആണ്, ആർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത് ഡൈപോളിന്റെ കേസിൽ പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഡിക്രീസ് ചെയ്യുന്നത് ഒരേ റേറ്റിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ false statement ആണ്. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്, ദ ഫസ്റ്റ് വൺ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ എടുക്കാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജ് ഓർ ഓൺ ഇലക്ട്രിക് ഡൈപോൾ. രണ്ട് കേസിലും എന്നർത്ഥം അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഫോൾസ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ഡി as the correct answer. So assertion and reason are wrong. So D is the correct one. അപ്പൊ സ്പെസിഫിക് ആയിട്ട് നമുക്ക് തിയറി കണ്ടന്റ് അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. So we are with the fourth question. നോക്കി, Gaussian surface is considered carefully. The point where the electric field to be calculated should be within the surface. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗേഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ നമ്മൾ വരയ്ക്കാവൂ. എങ്കിലല്ലേ അതിനുള്ളിലെ ചാർജിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. അതുകൊണ്ട് ഗേഷ്യൻ സർഫസ് വരയ്ക്കുമ്പോൾ ആ കെയർഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തല്ലേ പറ്റൂ, വളരെ ശ്രദ്ധിച്ചല്ലേ വരയ്ക്കാൻ പാടുള്ളൂ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? എന്തുകൊണ്ട് കെയർഫുൾ ആകണം? The charge must be within. So ഫ്ലക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ചാർജസ് മാത്രമേ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റ് കറക്റ്റ് ആകണമെങ്കിൽ that charge should be inside. സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അത് കെയർഫുൾ ആകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത്. സോ ഫോർ ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വി ക്യാൻ ടേക്ക് A as the answer. സോ ഇങ്ങനെ പല ചോദ്യങ്ങളിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവരായിട്ട് മാറുമ്പോഴാണ് നമുക്ക് ലൂപ്പ് ഹോൾ ഇല്ലാതെ മാക്സിമം ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ലുക്ക് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫ്രീ ടു മൂവ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൾവേസ് മൂവ് എലോങ് ആൻ ഇലക്ട്രിക് ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അപ്പൊ ഒരു മൂവ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ് ആണെങ്കിൽ അത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈനിൽ മൂവ് ചെയ്യും. നോക്കൂ, ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താല് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നിരിക്കട്ടെ. അവിടെ അതേ ഡയറക്ഷനിൽ ഒരു v വെലോസിറ്റിയിൽ ഒരു ചാർജ് വന്നാൽ അതിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ആക്സിലറേറ്റഡ് ആയിട്ട് മാറുമെന്ന് നമുക്കറിയാം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡീസിലറേറ്റ്. പക്ഷെ ദ കേസ് ഈസ് റെസ്റ്റിലാണെങ്കിൽ പോലും അതേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ശരിയാണ്. ബട്ട് ആംഗിളിൽ വന്നാലും അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, അപ്പൊ ഇത് പ്ലസ് ആണ് മൈനസ്. ഇപ്പൊ ഇങ്ങനെ ഒരു ചാർജ് ആണ് വരുന്നത് എന്ന് നമ്മൾ വിചാരിച്ചാൽ വിത്ത് എ വെലോസിറ്റി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആസ്പെക്ട്സിലേക്ക് ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അവനെ +Q ആണ് ചാർജ് എങ്കിൽ ഉറപ്പായിട്ടും അവൻ നെഗറ്റീവിലേക്ക് ടേൺ ചെയ്യപ്പെട്ടിരിക്കും, അല്ലെ? അപ്പൊ ചാർജ് ഒരു വളരെ പ്രധാനപ്പെട്ട, അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട റീസൺ ആണ്. അപ്പൊ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലെയാണ് മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? നോ. അപ്പൊ അത് മൂവ് ചെയ്യുന്ന അവന്റെ ആംഗിളും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഓർക്കുക, തീറ്റ 0യോ 180 ആയാൽ നമുക്ക് പറയാം അതേ ലൈനിൽ തന്നെ ആയിരിക്കും അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊരു ആംഗിളിലാണ് വരുന്നതെങ്കിൽ കർവ്ഡ് പാത്ത് ആയിരിക്കും അവന് കിട്ടുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കിയേ, ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ഫ്രം എ നെഗറ്റീവ് ചാർജ് ആൻഡ് കൺവേർജ് അറ്റ് എ പോസിറ്റീവ് ചാർജ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമുക്കൊരു +Q ചാർജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് പുറത്തേക്ക് റേഡിയലി അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുക. എന്ന് പറയുമ്പോൾ അത് ഡൈവേർജ് ചെയ്ത് പോകുമെന്നല്ലേ +Q ചാർജില്. അതിനു പകരം -Q ചാർജ് എടുത്ത് നോക്കിയേ,
മൈനസ് ക്യൂ ചാർജ് എടുക്കുമ്പോൾ അതിലേക്ക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൺവേർജ് ചെയ്ത് വരികയല്ലേ ചെയ്യൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡൈവേർജ് ഫ്രം എ നെഗറ്റീവ് ചാർജ് ആണോ? അല്ല, കൺവേർജ് ആണ്. ആൻഡ് കൺവേർജ് അറ്റ് എ പോസിറ്റീവ് ചാർജ് അല്ല, ഡൈവേർജ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തതയോടെ ഫോർത്ത് ചോയ്സ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. സോ ഇങ്ങനെയുള്ള പ്രസൻസ് ഓഫ് മൈൻഡിൽ നമ്മൾ പഠിച്ച തിയറീസ് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കാം. SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് ഒരു റിവിഷൻ ടൂർ തന്നെ നമ്മുടെ നവംബർ ഡിസംബർ മാസത്തിലെ എക്സാമിനു വേണ്ടി നമ്മുടെ ഒക്ടോബർ മാസം കണ്ടക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ റിവിഷൻ ക്ലാസ്സിനു വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്, അഡ്മിഷൻ ഉറപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 6. അതിൽ ഒരു കാര്യം ഓർക്കണേ, ഈ അസർഷൻ റീസൺ ടൈപ്പിന്റെ എല്ലാ ഡയറക്ഷൻസും എപ്പോഴും സെയിം ആകണമെന്നില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ചോയ്സസ് ആയിരിക്കും. നോക്കാം അടുത്ത ചോദ്യം. ഇഫ് an electron and proton possessing same kinetic energy enter an electric field in a perpendicular direction, the path of the electron is more curved than that of proton. എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ കമ്പയർഡ് ടു പ്രോട്ടോൺ. നോക്കാം അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. ലുക്ക് ദ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളുടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തു എന്നിരിക്കട്ടെ. ഉറപ്പായിട്ടും അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട്സിലേക്ക് അവനൊരു ടേണിങ് ഉണ്ടാകുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു കർവേച്ചർ സെറ്റപ്പ് ചെയ്യപ്പെടുക, അല്ലെ? ഒരു സർക്കുലർ പാത്തിന്റെ ഒരു പാർട്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അത് ആ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സർക്കിൾ വരച്ചാൽ അവന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ ദ സർക്കുലർ പാത്ത് ദാറ്റ് m into v square by r is provided by the electric force there q into v. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലുക്ക്, ഇലക്ട്രോണും പ്രോട്ടോണും സെയിം കൈനറ്റിക് എനർജി എന്നാ പറയുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി കിട്ടാൻ നമുക്ക് വളരെ ഈസി അല്ലെ? എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ഹാഫ് അല്ലെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തൊന്ന് എടുത്തേ. സോ ഹാഫ് mv² നമുക്ക് കൈനറ്റിക് എനർജി ആയിട്ട് എടുക്കാം. ദാറ്റ് മീൻസ് 2 into kinetic energy division by r is equal to q into e. സോ അത് ബേസ് ചെയ്താൽ നമുക്ക് ആ റേഡിയസ് എന്ന് പറയുന്നത് 2 kinetic energy division by q into e ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? അവിടെ കൃത്യതയോടെ ഇവിടെ പറയുന്ന ഒരേ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ഒരേ കൈനറ്റിക് എനർജി അല്ലേ, പ്രോട്ടോണിനും ഇലക്ട്രോണിനും ഒരേ ചാർജ് അല്ലേ? അപ്പൊ നമുക്ക് ദാറ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഇലക്ട്രോണും അതോടൊപ്പം നമ്മളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് പ്രോട്ടോണും സെയിം എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അതോടൊപ്പം അടുത്ത് പറയുന്ന കണ്ടപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത് പറയാണ്, ഇലക്ട്രോൺസ് ഫോംസ് എ ലാർജ് കർവ് ഡ്യൂ ടു ഇറ്റ്സ് സ്മോൾ മാസ്. സ്മോൾ മാസ് ശരിയാണ്, പക്ഷെ ഈ ഒരു കോണ്ടസ്റ്റിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടിനും ഒരേ പാത്ത് തന്നെയായിരിക്കും, രണ്ട് ഡയറക്ഷനിലായിരിക്കും, പക്ഷെ ഒരേ പാത്ത് തന്നെയായിരിക്കും, അതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും നമുക്ക് റോങ് ആയിട്ട് പറയാം. സോ ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി കറക്റ്റ് ആൻസർ. നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As acceleration of a charged particle in non-uniform electric field does not depend on the velocity of a charged particle. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരു ഈ ഇലക്ട്രിക് ഫീൽഡ് അത് വേരിയബിൾ ആയിക്കൊള്ളട്ടെ, അവിടെ ഒരു ചാർജ് വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്നാ നമ്മൾ പഠിച്ചിരിക്കുന്നത് Q into V. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ന്യൂട്ടന്റെ രണ്ടാം നിയമം നമ്മൾ ഉപയോഗിച്ചാൽ m into a is equal to q into e.
So we can find easily the value of A is equal to Q into E division by M. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് ദാറ്റ് ആക്സിലറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ചാർജ്, ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ മാസ് ഓഫ് ദ ചാർജിന്റെ പാർട്ടുകൾ അവിടെ വെലോസിറ്റിയുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമുക്ക് ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഗുഡ്. അടുത്ത് പറയാണ് ചാർജ് ഈസ് ആൻ ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി. ഷുവർ ആണ്, Q is invariant. നമ്മുടെ സാധാരണ ബേസിക് തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജിന്റെ പ്രോപ്പർട്ടീസ് വരുമ്പോൾ അഡിറ്റീവ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്, കൺസർവേഷൻ ഉള്ളതാണ്, ഇൻവേരിയന്റ് ആണ്. The amount of charge on particle does not depends on the frame of reference. Surely അത് ഇൻവേരിയന്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തെന്ന് പറയാം? ട്രൂ ആയിട്ട് പറയാം. പക്ഷെ have any connection between that assertion and reason? No. പക്ഷെ രണ്ടും ശരി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Both the assertion and reason are true, but the reason is not the correct explanation. So നമുക്ക് B ചോയ്സ് ആൻസറിലേക്ക് പറയാം. So we can go with the question number 8. ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, അസർഷൻ പറയുന്നത് 4 point charges Q1, Q2, Q3, Q4 are shown in figure. The flux over the shown Gaussian surface depends only on charges Q1 and Q2. നമ്മുടെ ഗോസസ് തിയറം പറയുന്നത് നമുക്കറിയാം, the flux through the Gaussian surface is nothing but equal to the charge enclosed by epsilon 0. അങ്ങനെ വരുമ്പോൾ ആ സർഫസിനകത്ത് Q1, Q2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ? Good. But what about the reason? The electric field at all points on the Gaussian surface depends only on the charges Q1 and Q2. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഗോസസ് തിയറം അനുസരിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പൊ ഇവിടെ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് തീരുമാനിക്കുന്നത് Q1, Q2 മാത്രമല്ല, Q4ഉം Q3യും എല്ലാം അതിന്റെ ആ സർഫസിലൂടെ ഇലക്ട്രോലൈറ്റ്സ് ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുന്നതിന് റീസൺ ആകുന്നു. അതുകൊണ്ട് ഓർക്കുക, ദ റീസൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ we can take the third choice as the correct answer. Assertion is correct and reason is incorrect. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ആൻസറിലേക്ക് വരേണ്ട ക്വസ്റ്റ്യനുകളാണ്, ഓർക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. On disturbing an electric dipole in stable equilibrium in an electric field, it returns back to its stable equilibrium orientation. എപ്പോഴും ഏത് ഒബ്ജക്റ്റും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഒരു ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -PE cos θ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ മൈനസ് സൈൻ റീറ്റൈൻഡ് ആയിരിക്കണം എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതേ ഡയറക്ഷനിൽ തന്നെ ഡൈപോൾ മൊമെന്റ് വരണം എന്നർത്ഥം. സോ ദിസ് ഈസ് -Q + QP ആയിരിക്കണം. അപ്പൊ തീറ്റ 0 ആകുമ്പോൾ നമുക്ക് അവിടുത്തെ മൈനസ് സൈൻ റീറ്റൈൻഡ് ആയിട്ട് നിൽക്കുകയും പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണെന്ന് പറയുകയും ചെയ്യും. എക്സാക്ട്ലി അത് കറക്റ്റ് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്താൽ എന്താണ്? എപ്പോഴും മിനിമം പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരുവാൻ ആ സിസ്റ്റം ശ്രമിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അലൈൻമെന്റ് തീറ്റയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് ആ പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രാ കിട്ടിയത് ലോസ് ആക്കി അവൻ കൈനറ്റിക് എനർജി ആക്കി മാറ്റും. ആ ലെവൽ വെച്ചിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി കറക്റ്റ് ആണ്, ട്രൂ ആണ്. അടുത്ത് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എ റീസ്റ്റോറിംഗ് ടോർക്ക് ആക്ട്സ് ഓൺ ദ ഡൈപോൾ ഓൺ ബീയിങ് ഡിസ്റ്റർബ്ഡ് ഫ്രം ഇറ്റ്സ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതുകൊണ്ടാണ് അവൻ SHM നടത്തിയതിന്റെ പ്രധാനപ്പെട്ട റീസൺ. ആ ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ടോ PE sin θ. In vector concept we can write it to be as is equal to P cross E. So that statement is also true and is the correct explanation, and hence we can take A as the choice.
So we can go with the question number 10. On moving a distance two times the initial distance, away from an infinitely long, straight, uniformly charged wire, the electric field reduces to 1/3 of the initial value. Look, the very important concept. അപ്പോൾ ഒരു ലാംഡ ലീനിയർ ഡെൻസിറ്റി ഉള്ള ഒരു വയർ under consideration. Suppose we need to find the electric field here at a perpendicular separation r apart. You know the concept as E is equal to 1 by 4 pi epsilon 0 into 2 lambda division by r. That means the electric field is proportional to 1 by r. ഇവിടെ പറയാണ് രണ്ടാമത്തെ കേസില് ഇപ്പോഴുള്ള ഡിസ്റ്റൻസിന്റെ 2 times. അപ്പൊ r. അപ്പൊ ടോട്ടൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് 3r ആയിട്ട് മാറുകയാണ്. ഇപ്പൊ രണ്ട് കേസസ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 division by 1 is equal to r1 by r2. And it is given as r2 is 3 times of r1. That means E2 become E1 division by 3 ആയിട്ട് മാറി. So it is given that the electric field reduces to 1/3 of the initial value. That statement is true. The reason, the electric field is inversely proportional to the distance from an infinitely long, straight, uniformly charged wire. That is the reason. And hence we can take A as the correct answer. So സബ്ജക്റ്റ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ പറ്റൂ. So dear students, please share this video to your classmates. Really it will help for your coming term examination and you can score 35 out of 35. So take care. God bless you.